ചില സന്തോഷങ്ങൾ വളരെ വ്യക്തിപരമാണ്. അതിലൊന്നാണ് ഈ രാജ്ദൂത്. 1990 സെപ്റ്റംബർ 19 ഈ ബൈക്ക് ആദ്യമായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ തീയതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 19/09/1990. അന്ന് എനിക്ക് സൈക്കിൾ ചവിട്ടാനേ അറിയൂ. കാലെത്തി തുടങ്ങിയ കാലം മുതൽ ഞാൻ രാജ്ദൂത് ഓടിച്ചു തുടങ്ങി. ഏറ്റവും പാട് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. പമ്പ് ചെയ്ത് ചവിട്ടണം, ചിലപ്പോൾ റീകോയിൽ ചെയ്യും. കാലിൽ കുറെ അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു സൂത്രം പിടികിട്ടി. ആകെ 3 ഗിയറേ ഉള്ളൂ. നെടുമ്പാശ്ശേരി എയർപോർട്ട് പണി തുടങ്ങിയ കാലത്ത് ഞാൻ ആ റൺവേയിലൂടെ ഈ രാജ്ദൂത് പറത്തിയിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോളിന് 15 രൂപയായിരുന്നു അന്ന്. കുറെ കൂടി മുതിർന്നപ്പോൾ രാജ്ദൂതിനോട് ഒരു പുച്ഛം തോന്നി തുടങ്ങി. യമഹ RX100, കാവസാക്കി KB100 ഒക്കെ ഇറങ്ങിയ കാലമാണ്. ഞാൻ രാജ്ദൂത് വിറ്റ് ഒരു KB100 മേടിച്ചു തരാൻ ചാച്ചനെ നിർബന്ധിച്ചു തുടങ്ങി. ചാച്ചന് പക്ഷെ ജീവനാണ് രാജ്ദൂത്. അതുകൊണ്ട് ഇത് വിൽക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ദേഷ്യം മൂത്ത ഞാൻ ക്ലച്ച് പിടിക്കാതെ ഗിയറിട്ട് ബൈക്ക് നശിപ്പിക്കാനൊക്കെ കുറെ ശ്രമിച്ചു നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഞാൻ പുതിയ ബൈക്കുകൾ മേടിച്ചു, പഴയവ വിറ്റു, ഒരുപാട് യാത്രകൾ ചെയ്തു. പതിയെ ഞാൻ ചാച്ചന്റെ രാജ്ദൂതിന്റെ വില മനസ്സിലാക്കി തുടങ്ങി. നാട്ടിൽ പോകുമ്പോൾ ചാച്ചൻ ഇപ്പോഴും ആ ബൈക്ക് റിപ്പയർ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വല്ലപ്പോഴും ഒക്കെ ഓടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ബൈക്കിനോട് ചെയ്ത ദ്രോഹങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി. ഇത് പുതിയതുപോലെ ആക്കിയെടുക്കാൻ ചാച്ച എന്ന് ഞാൻ ചാച്ചനോട് പറഞ്ഞപ്പോൾ ആ മുഖത്ത് വിടർന്ന ചിരി എനിക്ക് മറക്കാനാവില്ല. എന്റെ മകന്റെ 18ാം പിറന്നാളിന് ചാച്ചൻ കാത്തു സൂക്ഷിച്ച സമ്മാനമാണ് ഈ ബൈക്ക് എന്ന രഹസ്യം അപ്പോഴാണ് ചാച്ചൻ എന്നോട് പറഞ്ഞത്. ഒരു സുഹൃത്തിന്റെ റെസ്റ്റോറേഷൻ വർക്ക്ഷോപ്പിൽ കൊടുത്തു. ഏതാണ്ട് 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ രാജ്ദൂത് എല്ലാ പ്രതാപത്തോടെയും തിരിച്ചെത്തി. ഞാൻ ഫോട്ടോകൾ ചാച്ചന് അയച്ചു കൊടുത്തു. നേരിട്ട് കാണാനും ഒന്ന് ഓടിക്കാനും ചാച്ചൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം അത് എന്റെ മകന് കൈമാറാൻ.